അവിടെ 6:30 ഏട്ടൻ നടക്കാൻ പോയിരിക്കണം. 5:30 നടക്കാൻ പോകാൻ. അരി സൂപ്പറായിരിക്കും. നല്ല മട്ടരി. അരിട്ട് വെള്ളം തിളച്ചു. ചൂടുവെള്ളത്തിൽ കഴുകിയ കുടിക്കാൻ വെള്ളം എടുത്ത് വെച്ചാ കുടിക്കാൻ വെള്ളം തിളക്കുന്നു. ഞാൻ ഇതിന് തന്നെ ഒരു കപ്പ് ഉണ്ണിക്ക് വെള്ളം കുടിക്കൊണ്ട് പോകാൻ കുടിക്കാൻ എടുത്തിട്ട് കുടിക്കാട്ട. വെള്ളം നല്ല തിളച്ചു. അമ്മ ഒരു വാക്ക് കൊണ്ട് പോയി ആക്ക 2 വാക്കില്ല. ഇപ്പോൾ തിളക്കും. വെള്ളം നല്ല തിളച്ചിട്ടുണ്ട്. നമ്മുടെ തോട്ടത്തിൽ ചീര വലിക്കാൻ വന്നിരിക്കാൻ കേട്ടോ. കുറച്ച് ചീര കിട്ടും. കുറച്ചുണ്ട് കണ്ടോ. ഇതൊക്കെ പുഴുകുത്ത് നോക്കില്ല. അത് വലിച്ചു കളഞ്ഞ പുഴു കുത്തിയത്. ചില ഇലയിൽ പുഴു കുത്തിയിട്ടുണ്ട്. ആഴ്ചക്ക് കണ്ടോ കിട്ടും. അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്. അതാ ഇത് 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 ഇതല്ലേ ആ ആ ഇത് ഇത് ഇത്ര കിട്ടിട്ടോ. ഫ്രഷ് ചീര. ഇന്നൊരു സ്പെഷ്യൽ ചീരക്കറിയാണ് കേട്ടോ. ഈ ചീരക്കറിൻ്റെ പേര് മുളകൂട്ടലാണ്. അതിൻ്റെ പേരാണ് മുളകൂട്ടൽ. പേരെങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പിന്നെ അപ്പോൾ പാലക്കാട് സ്പെഷ്യൽ കറിയാണിത്. അപ്പോൾ ഇത് എങ്ങനെ വെക്കുക നോക്കുക. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടെ. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു സിമ്പിൾ കറിയാണ്. നേരം മതി. ഇത് കേബേജും കൊണ്ട് വെക്കട്ടോ. എല്ലാം കൊണ്ടും വെക്കാം. എല്ലാം കൊണ്ട് വെക്കാൻ പറ്റില്ല. കേബേജ് ചീര, കേബേജ് ഇലയല്ലേ? അതെ അതെ. മുരിങ്ങയും വെക്കാം. മുരിങ്ങയും വെക്കാം. ഒക്കെ കൂടി മിക്സ് ആയിട്ടും വെക്കാം. അതെ, സിമ്പിൾ കറിയാണ്. സിമ്പിൾ കറി. എനിക്ക് പേരിഷ്ടപ്പെട്ടു. മുളകൂട്ടൽ. അതിൻ്റെ കൂട്ടലാണ് പ്രത്യേകത. ഇത് നന്നായി കഴുകിയതാണ് കേട്ടോ. പുഴുവൊക്കെ നോക്കി ഒരു പുഴു കിട്ടി. എന്താ ചെയ്യുക? വിഷം അടിക്കാത്തല്ലാതാണ്. ഇതാട്ടാ വേഗം അരിഞ്ഞില്ലേ. ചീര അരിയും പോലെ അരിയണം. സ്പീഡാവട്ടെ സ്പീഡാവട്ടെ. ചീര കൈ കൊണ്ട് നുള്ളിയിട്ടൂടെ? ഹലോ. തേങ്ങ കുറച്ച് തേങ്ങയുണ്ട്. പകുതി ആയിട്ട് ഒന്ന് വന്നിട്ടാ കുറച്ച് അമ്മ അവിടെ ഉണ്ട്. വീട്ടിൽ പോയതിൻ്റെ ഓക്കെ. നമുക്ക് ചീരക്കറിക്ക് ഒന്ന് വറുത്തെടുക്കാണ്ട് 5 വറ്റൽമുളക്, ഒരു ടീസ്പൂണ് ഉഴുന്നുപരിപ്പ്, രണ്ടും കൂടി വറുത്തെടുക്കട്ടെ. മുളക് ഉഴുന്നുപരിപ്പ് വാരിയിട്ടാ ഇത്രയും മതി. കുറച്ച് തേങ്ങ കേട്ടോ. ഒരു പിടി തേങ്ങ, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, നമ്മുടെ ഉഴുന്നുപരിപ്പും മുളകും കൂടി ചൂടാറി. ഇതെല്ലാം കൂടി നന്നായി അരച്ചിട്ട് വരാം. നമുക്ക് പരിപ്പൊന്ന് വേവിക്കാൻ വെക്കാം. കുറച്ച് തുവരപ്പരിപ്പ് കഴുകിയതാണ് കേട്ടോ.
കുറച്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. രണ്ട് വിസിൽ വരട്ടെ. നമുക്ക് പരിപ്പ് വെന്താ നോക്കാം. പരിപ്പ് വെന്തു കേട്ടോ. ചട്ടിയിലേക്ക് മാറ്റട്ടെ. പരിപ്പ് ചട്ടിയിലേക്ക് മാറ്റി നമുക്ക് ചീരിയിട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് വേകട്ടെ. നമ്മുടെ ചീര എന്താ നോക്കാം. ഒന്ന് ആവി കയറിയാൽ മതി കേട്ടോ. നമ്മുടെ അരപ്പ് ഒഴിച്ച് കൊടുക്കാം. ജാറ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു. ഉപ്പ് പോരാ, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അരപ്പ് ഒഴിച്ചിട്ട് ഒന്ന് തിളക്കട്ടെ. ഇവിടെ കറി തിളച്ചു. ഓഫാക്കുക. ഇനി താളിച്ചൊഴിക്കണം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടാവട്ടെ വെളിച്ചെണ്ണ. കുറച്ച് കടുക്, പച്ചമുളക്, കറിവേപ്പില. അടിപൊളി ചീരക്കറിയല്ലേ. ഒരു സ്പെഷ്യൽ കറിയല്ലേ, ഉഴുന്ന് പരിപ്പ്. വെച്ചിട്ട് ഒന്ന് വെച്ച് നോക്കാം കേട്ടോ. നല്ല മണം. മാങ്ങ ചമ്മന്തി അരയ്ക്കാൻ പോകണം കേട്ടോ. ഒരു കഷ്ണം മാങ്ങ, ഒരു കഷ്ണം ഇഞ്ചി, 3 ചെറിയ ഉള്ളി, കുറച്ച് തേങ്ങ, കുറച്ച് മതി, 5 ഉണക്കമുളക്, ഒരു 2 കറിവേപ്പില, കുറച്ച് ഉപ്പ് കൂടിയിട്ട് അരച്ചിട്ട് വരാം. മാങ്ങ ചമ്മന്തി അരച്ചു കേട്ടോ. ഇതിന് ചൂട് ചോറുണ്ടെങ്കിൽ മതിയില്ലേ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. സ്കൂളിലേക്ക് ചോറാക്കാൻ കേട്ടോ ഉണ്ണിക്ക്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കുറച്ച് മതി മാങ്ങ ചമ്മന്തി കുറച്ച് മതി. ഇത് അച്ഛൻ്റെ പാത്രമാണ്. ഏട്ടൻ പിന്നെ ഇലയില ചോറ് കൊണ്ടുവന്നു. ചീരക്കറി ഇങ്ങനെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റാണ്. തുടയ്ക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ.